ഇത്തവണ പവർ റൂമിലിട്ട് പണിയാനുള്ള തീരുമാനത്തിലാണ് ബിഗ് ബോസ് വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും. അപ്പോൾ പവർ റൂമിന് എതിരെ എന്ത് കിട്ടിയാലും അവിടെ കയറി കൊളുത്താനുള്ള തീരുമാനത്തിലായിരുന്നു എല്ലാവരും. പവർ റൂം ആദ്യമായിട്ടുള്ള മീറ്റിംഗ് വെച്ചപ്പോൾ അവർക്കുള്ള ഡ്യൂട്ടികൾ നൽകി. കിച്ചൺ ഡ്യൂട്ടിയിലുള്ളത് ആകെ 3 പേരാണ്: ശ്രീരേഖ, ജാസ്മിൻ, സിജോ. ഇവർ തന്നെ അവിടെ കുക്ക് ചെയ്യണം, പാത്രങ്ങൾ കഴുകണം, അവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യണം. അത് പറ്റില്ല എന്ന് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള സിജു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ അത് പെടില്ല, ഞങ്ങൾക്ക് കുക്ക് ചെയ്യണം, പാത്രങ്ങൾ കഴുകണം. പിന്നെ ഫ്ലോറും ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ആദ്യം തന്നെ പവർ ടീം ചമ്മി പോയ നിമിഷമായിരുന്നു അത്. പവർ ടീം അപ്പോൾ പറഞ്ഞു, ഫ്ലോർ ക്ലീനിങ് അല്ലേ, കിച്ചൺ ഫ്ലോർ അല്ലേ, അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ ഡ്യൂട്ടിയാണത്, പക്ഷെ ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യാമെന്ന്. സിജോ വീണ്ടും വിട്ടുകൊടുത്തില്ല. സിജോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ല, നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീണ്ടും ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരിയാവുന്ന നടപ്പിലാവുന്ന കാര്യമല്ല. ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ നിന്ന് അത് അപ്പാടെ പോയിരിക്കുന്നു. പിന്നെ വീണ്ടും ഞങ്ങളുടെ ഡ്യൂട്ടി എന്നൊരു വാക്ക് അവിടെ പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്നു. പിന്നെ ജാസ്മിൻ ആയിരുന്നു കയറി പിടിച്ചത്. ജാസ്മിൻ വിട്ടുകൊടുത്തില്ല. കിട്ടിയ ചാൻസിനെ കയറി മാന്താൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ ജാസ്മിൻ കുറേ വളഞ്ഞു മൂക്ക് പിടിച്ചു, കുറേ സംസാരിച്ചു. എന്തായാലും ജാസ്മിനും പവർ ടീമിനെതിരെ സംസാരിക്കാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷെ അൻസിബ നേരെ തിരിച്ച് അത് ജാസ്മിനെ തന്നെ ഇട്ടുകൊത്തി. അവിടെ ജാസ്മിൻ പറഞ്ഞ കാര്യം, പവർ ടീം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മുതൽ സ്വന്തമായിട്ടുള്ള റൂം, അവരവരുടെ റൂമുകൾ അവരവർ തന്നെ ക്ലീൻ ചെയ്യണം. അത് ഫ്ലോർ ക്ലീനിങ്ങിൽ പെടില്ല, ഫ്ലോർ ക്ലീനിക്കാര് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ അൻസിബയുടെ ടീമും മൊത്തത്തിൽ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ജാസ്മിൻ എടുത്തു ചോദിച്ചൊരു കാര്യം, ഫ്ലോർ ക്ലീനിങ്ങിൽ പെടുന്നതാണ് എല്ലാ റൂമുകളും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അവരങ്ങനെ ചെയ്യാത്ത പക്ഷം, അവർക്കത് കൊടുക്കാത്ത പക്ഷം ഞങ്ങൾക്ക് കിച്ചൺ ടീമിനെ ഫ്ലോർ ക്ലീനിങ് തരേണ്ട ആവശ്യകതയില്ല, ഞങ്ങളുടെ ഇതിൽ പെട്ടതല്ല ഫ്ലോർ ക്ലീനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജാസ്മിൻ വാദിച്ചത്. പിന്നീട് അൻസിബ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് അൻസിബ, അവർക്ക് സ്വന്തം റൂം പോലും വൃത്തിയാക്കാൻ വയ്യ, അവർക്ക് പണിയെടുക്കാൻ വയ്യ, അവരാകെ ചോറും കറിയും മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ ഞങ്ങൾക്ക് ടാസ്ക് ചെയ്യണം, ഞങ്ങൾ ബാക്കി ഒരു പണിയെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്യാരക്ടർ വെളിവാക്കുകയാണ് ചെയ്തത്. വേറെ ഒറ്റ പണിയും എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടെന്ന്. സത്യത്തിൽ 3 പേരേ ഉള്ളൂ കിച്ചൺ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്രകാരം കുക്ക് ചെയ്യാനുണ്ട്, പാത്രങ്ങൾ കഴുകാനുണ്ട് അവർക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഒരു പണിയും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവർ ആ 2 പണിയും എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ടാസ്കുകൾ ഉണ്ട് ചെയ്യാനായിട്ട്. മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ പണി അവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു അവിടെ പവർ ടീമിന്റെ ഉദ്ദേശം. അത് അവർ പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ ആ പണി അങ്ങ് അവിടെ കിച്ചൺ ടീമിന്റെ അടുത്ത് ഏറ്റില്ല. അത് ഏൽക്കാത്തത് കൊണ്ട് തന്നെ പവർ ടീം കിടന്നിങ്ങനെ മെഴുകുന്നുണ്ടായിരുന്നു. അവർക്ക് പണിയെടുക്കാൻ മടിയാണ്, അതാണ് അവരുടെ സ്വഭാവമാണ് വെളിവായത് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ പവർ ടീമിനെ തേച്ചൊട്ടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്.